നമുക്കെല്ലാം അറിയാം വോഡഫോൺ അതുപോലെ ഐഡിയ ഈ അടുത്ത കാലത്തായി VI എന്നുള്ള പേരിൽ പുതിയൊരു നെറ്റ്വർക്കിലേക്ക് മാറിയിരിക്കുന്നു. എന്നാൽ VI എന്നുള്ള പുതിയ നെറ്റ്വർക്കിലേക്ക് മാറിയ ശേഷം പല ആളുകൾക്കും ആവശ്യമുള്ള ഇൻ്റർനെറ്റ് സ്പീഡ് മൊബൈലിൽ ലഭിക്കുന്നില്ല. കുറേ ആളുകൾ വീട്ടിലിരുന്നു കൊണ്ട് ജോലി ചെയ്യുന്നുണ്ട്. കുറേ ആളുകൾക്ക് ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യവുമുണ്ട്. എന്നാൽ ഇതിനൊന്നും നമുക്ക് ആവശ്യമുള്ള നെറ്റ്വർക്ക് സ്പീഡ് ഇപ്പോൾ ലഭിക്കുന്നില്ല എന്നതാണ് സത്യം. ഇതിനുള്ള പരിഹാരമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ കാണിക്കുന്നത്. ഈ വീഡിയോയിൽ 2 സെറ്റിംഗ്സ് ഞാൻ കാണിക്കുന്നുണ്ട്. ഒന്നാമത്തേത് നമ്മുടെ നെറ്റ്വർക്ക് കൃത്യമായി എങ്ങനെ സെലക്ട് ചെയ്യണം എന്നുള്ളത്. രണ്ടാമത്തേത് നമ്മുടെ ഫോണിൽ വരുത്തേണ്ട ആക്സസ് പോയിന്റ് സെറ്റിംഗ്സ്, നമ്മുടെ ഫോണിൻ്റെ നെറ്റ്വർക്ക് സെറ്റിംഗ്സിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തണം എന്നുള്ളതുമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ സെറ്റിംഗ്സ് എല്ലാം ചെയ്യുക എന്ന് നോക്കാം. അതിനു മുമ്പ് യൂട്യൂബിൽ വീഡിയോ കാണുന്നവർ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്ന ചുവന്ന ബട്ടൺ പ്രസ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഇനാബിൾ ചെയ്യുക. ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവർ വീഡിയോക്ക് മുകളിലായി കാണുന്ന ഫോളോ എന്ന ബട്ടൺ പ്രസ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഇനാബിൾ ചെയ്യുക. എങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. സോ വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. ദിസ് ഈസ് അൽത്തഫ് അഹമ്മദ്. VI നെറ്റ്വർക്ക് ഉപയോഗിക്കുന്നവർ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഫോണിലെ സെറ്റിംഗ്സ് എടുക്കുക. സെറ്റിംഗ്സ് എടുത്ത ശേഷം മൊബൈൽ നെറ്റ്വർക്ക് എന്ന് നമ്മുടെ ഫോണിൽ കാണാൻ കഴിയും. അത് സെർച്ച് ചെയ്യുക. ഇവിടെ നമുക്ക് മൊബൈൽ നെറ്റ്വർക്ക് എന്ന് കാണാം. ഇതിൽ താഴെയായി നെറ്റ്വർക്ക് ഓപ്പറേറ്റേഴ്സ് എന്ന് കാണാം. ഇതിൽ 2 ഓപ്ഷനുണ്ട്. ഒന്ന് സെലക്ട് ഓട്ടോമാറ്റിക്കലി എന്നും ഒന്ന് സെലക്ട് മാനുവലി എന്നും ഉണ്ട്. നമ്മൾ സെലക്ട് മാനുവലി എന്ന് കൊടുക്കുക. അതിന് മുമ്പായി നമ്മുടെ ഫോണിലെ മൊബൈൽ ഡാറ്റ ഓഫ് ചെയ്യുക. ഇനി സെലക്ട് മാനുവലി എന്ന് ടച്ച് ചെയ്യുക. ഇവിടെ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ നെറ്റ്വർക്കും ഇവിടെ കാണിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ചില ഫോണുകളിൽ ഐഡിയ അല്ലെങ്കിൽ വോഡാഫോൺ ഇങ്ങനെയായിരിക്കും കാണിക്കുന്നുണ്ടായിരിക്കുക. അത് മാറ്റി ഇവിടെ VI ഇന്ത്യ എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. VI ഇന്ത്യ എന്ന് നിങ്ങളുടെ ഫോണിൽ കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടവർ അപ്ഡേറ്റ് ആയിട്ടില്ല എന്നാണ് അതിനർത്ഥം. ഇപ്പോൾ VI ഇന്ത്യ എന്നുള്ളതിലേക്ക് മാനുവലായി ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തു. ഇതേ രീതിയിൽ നമ്മൾ മൊബൈൽ നെറ്റ്വർക്ക് മാനുവലായി സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇതിൽ തന്നെയുള്ള ആക്സസ് പോയിൻറ്റ് സെറ്റിംഗ്സ് ആണ്. നമുക്ക് നേരത്തെ എടുത്ത പോലെ തന്നെ മൊബൈൽ നെറ്റ്വർക്ക് ഓപ്പൺ ചെയ്യാം. സെറ്റിംഗ്സിനകത്ത് മൊബൈൽ നെറ്റ്വർക്ക് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നമുക്ക് മൊബൈൽ നെറ്റ്വർക്കിൻ്റെ സെറ്റിംഗ്സ് വളരെ എളുപ്പത്തിൽ ഓപ്പൺ ആയി കിട്ടും. മൊബൈൽ നെറ്റ്വർക്ക് ഓപ്പൺ ചെയ്ത ശേഷം നമുക്കിവിടെ ആക്സസ് പോയിൻറ്റ് നെയിംസ് എന്ന് കാണാം. ശേഷം നമുക്കിവിടെ നമ്മുടെ ഫോണിലുള്ള ആക്സസ് പോയിൻ്റ് ഇവിടെ കാണാൻ കഴിയും. ഇവിടെ താഴെയായി SIM 1 എന്ന് കാണിക്കുന്നുണ്ട്, അടുത്തായി SIM 2 എന്ന് കാണിക്കുന്നുണ്ട്. 2 ആക്സസ് പോയിൻ്റ് കാണിക്കുന്നുണ്ട്. ഞാൻ VI സിം ഉപയോഗിക്കുന്നത് SIM 1 ഉപയോഗിക്കുന്നത്. അപ്പോൾ SIM 1 ഞാനിവിടെ ആക്സസ് പോയിൻ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. VI Pro എന്ന് പറയുന്ന പുതിയ ആക്സസ് പോയിൻ്റ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫോണിൽ ഈ ആക്സസ് പോയിൻ്റ് ആഡ് ചെയ്യാൻ വേണ്ടി മുകളിൽ കാണുന്ന ആഡ് എന്ന ബട്ടണിൽ ടച്ച് ചെയ്യുക. ഇത് ടച്ച് ചെയ്യുമ്പോൾ കൊടുക്കേണ്ട സെറ്റിംഗ്സ് ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഫസ്റ്റ് അവിടെ ആക്സസ് പോയിൻറ്റിൽ നെയിം ചോദിക്കുന്നുണ്ടായിരിക്കും. നെയിം എന്ന് ചോദിക്കുന്നിടത്ത് ഇതേ രീതിയിൽ VI Pro 2.0 എന്ന് കൊടുക്കുക. V കൊടുത്ത ശേഷം I സ്മോൾ ലെറ്റർ കൊടുക്കുക, പ്രോയുടെ P ക്യാപിറ്റൽ കൊടുക്കുക, VI Pro സ്പേസ് 2.0 എന്ന് കൊടുക്കുക. അതിന് താഴെയായി APN ചോദിക്കുന്നുണ്ട്. VI 2020 4G എന്ന് കൊടുക്കുക. V ക്യാപിറ്റൽ, I സ്മോൾ ലെറ്റർ, ലാസ്റ്റ് G ക്യാപിറ്റൽ ലെറ്റർ. ശേഷം താഴെ നമുക്ക് കാണാം യൂസർ നെയിം എന്ന് കാണാം. അവിടെ VI ഒഫീഷ്യൽ IND എന്ന് കൊടുക്കുക. ഇവിടെ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ കഴിയും V ക്യാപിറ്റൽ VI ദെൻ ഒഫീഷ്യൽ INDയുടെ I ക്യാപിറ്റൽ എന്ന് കൊടുക്കുക. VI ഒഫീഷ്യൽ IND എന്ന് യൂസർ നെയിം കൊടുക്കുക. എന്നിട്ട് അതിന് താഴെയായി സെർവർ എന്ന് കാണാം. സെർവർ എന്ന് കാണുന്നിടത്ത് www.myvi.com എന്ന് കൊടുക്കുക. ഇനി താഴെ MCC MNC അതെല്ലാം ഓട്ടോമാറ്റിക്കായി വരും. അതിന് താഴെയായി ഓതൻറ്റിക്കേഷൻ ടൈപ്പ് എന്ന് കാണാം. ഓതൻറ്റിക്കേഷൻ ടൈപ്പിൽ ഏറ്റവും താഴെയായി കാണാം പാപ്പ് ഓർ ചാപ്പ് എന്ന് കാണാം. അത് സെലക്ട് ചെയ്ത് കൊടുക്കുക.
ഇനി അടുത്തത് APN ടൈപ്പ് ചോദിക്കുന്നുണ്ട്. അതൊന്നും നമ്മളൊന്നും ചെയ്യേണ്ട. അതിന് താഴെയായി APN പ്രോട്ടോക്കോൾ എന്ന് ചോദിക്കുന്നുണ്ട്. അവിടെ നമുക്ക് IPv4 ഓർ IPv6 എന്ന് കാണിക്കുന്നുണ്ട്. അത് സെലക്ട് ചെയ്യാം. ഇനി അതിനും താഴെയായി ബെയറർ എന്ന് കാണിക്കുന്നുണ്ട്. അത് ടച്ച് ചെയ്ത് അതിൽ എല്ലാം സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇത്ര സെറ്റിങ്സ് ചെയ്ത ശേഷം നിങ്ങളുടെ ഫോണിൽ താഴെയോ അല്ലെങ്കിൽ മുകളിലോ ആയി ഒരു 3 ഡോട്ട്സ് കാണിക്കുന്നുണ്ടായിരിക്കും. അവിടെ ടച്ച് ചെയ്ത ശേഷം സേവ് എന്ന് കൊടുക്കുക. ശേഷം ബാക്കോട്ട് തന്നെ അടിച്ച് നമ്മുടെ ഫോണിൽ മൊബൈൽ ഡാറ്റ ഓൺ ചെയ്യുക. ഇനി ഫോണൊന്ന് റീസ്റ്റാർട്ട് ചെയ്യുക. ഫോൺ റീസ്റ്റാർട്ട് ചെയ്ത ശേഷം നമുക്ക് സ്പീഡ് ചെക്ക് ചെയ്യാം. ഞാനിവിടെ സ്പീഡ് ടെസ്റ്റ് എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കയറി നമ്മുടെ നെറ്റ്വർക്കിൻ്റെ സ്പീഡ് ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. ടോപ്പ് സ്പീഡാണ് കാണിക്കുന്നത്. ഇവിടെ നമുക്ക് 14 MB/s ഡൗൺലോഡ് സ്പീഡ് ഇപ്പോൾ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അപ്ലോഡ് സ്പീഡ് 3.48 കാണിക്കുന്നുണ്ട്. VI നെറ്റ്വർക്ക് ഉപയോഗിക്കുന്നവർ ഇതേ രീതിയിൽ നിങ്ങളുടെ ഫോണിൽ ചെറിയൊരു മാറ്റം വരുത്തിയാൽ നമുക്ക് നല്ല സ്പീഡിൽ തന്നെ ഇൻ്റർനെറ്റ് ലഭ്യമാകും. അപ്പോൾ VI നെറ്റ്വർക്ക് ഉപയോഗിക്കുന്നവർ ഇതേ രീതിയിൽ സെറ്റിംഗ്സിൽ മാറ്റം വരുത്തിയാൽ ഫോണിലെ ഇൻ്റർനെറ്റ് സ്പീഡ് വർദ്ധിപ്പിക്കാൻ കഴിയും. ഇങ്ങനെയൊന്നും ചെയ്തിട്ടും നെറ്റ്വർക്ക് സ്പീഡ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഒന്നുകിൽ നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്തേക്കുള്ള റേഞ്ചിൻ്റെ കുറവോ അതല്ല എന്നുണ്ടെങ്കിൽ ടവറിൽ കൃത്യമായ അപ്ഡേഷൻ നടക്കാത്തത് കൊണ്ടായിരിക്കും. അപ്പോൾ ഉടനെ കസ്റ്റമർ കെയറിലേക്ക് വിളിക്കുക. 198 എന്നുള്ള നമ്പറിലേക്ക് വിളിച്ച ശേഷം കസ്റ്റമർ കെയറിൽ വിളിച്ച് കംപ്ലയിൻറ്റ് പറയുക. കസ്റ്റമർ കെയറിലേക്ക് വിളിക്കുമ്പോൾ ഈ സെറ്റിംഗ്സ് എല്ലാം ചെയ്തു, ഇങ്ങനെ ചെയ്തിട്ടും നെറ്റ്വർക്ക് സ്പീഡ് കിട്ടുന്നില്ല എന്ന് പറയുക. അപ്പോൾ അവർ നമ്മുടെ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്ത് ശേഷം അവിടേക്ക് ഒരു ഫീൽഡ് ഓഫീസർ വിടും. എന്നിട്ട് ആ ടവറിൻ്റെ പരിധിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവരത് സോൾവ് ചെയ്തു തരും. എന്നിട്ടും ശരിയാവുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് ഏറ്റവും കൂടുതലായി നമുക്ക് ലഭിക്കുന്ന നെറ്റ്വർക്ക് ഏതാണെന്ന് നോക്കി അതിനനുസരിച്ച് നമ്മുടെ സിം ആ നെറ്റ്വർക്കിലേക്ക് പോർട്ട് ചെയ്യുക. സോ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്ന ചുവന്ന ബട്ടൺ പ്രസ് ചെയ്ത് ബെല്ലൈക്കൺ ഇനാബിൾ ചെയ്യുക. എങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. വീണ്ടും കാണുന്നതുവരേക്കും ബൈ.